സമസ്ത നേതാക്കളുടെ റീസെൻ്റായി നടന്ന പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ സമസ്തയുടെ അടുത്തിടെ നടന്ന സമ്മേളനങ്ങളിൽ പങ്കെടുത്തവരാണോ? എങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു തോട്ട് ഞാൻ ഇട്ടുതരാം. അവരുടെ മിക്ക പ്രസംഗങ്ങളിലും ത്വരീക്കത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഇടയ്ക്കിടെ ത്വരീക്കത്ത് എന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. തങ്ങൾക്ക് തരീക്കത്തുണ്ടായിരുന്നല്ലോ. കുറെ ആളുകൾ കുറെ തരീക്കത്തിന്റെ പിന്നാലെ പോയ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തൊക്കെ തരീക്കത്തുകളും തെറ്റായ സിദ്ധന്മാർ ചോറ്റൂർ തരീക്കത്ത് വന്നു, കൊരൂർ തരീക്കത്ത് വന്നു, നൂർഷാ തരീക്കത്ത് വന്നു. നമുക്കറിയാമല്ലോ നൂർഷാ തരീക്കത്ത്, അതുപോലെ തന്നെ ആലുവ തരീക്കത്ത്, ഇങ്ങനെ ഒരുപാട് തരീക്കത്ത്. അതിലൊക്കെ തരീക്കത്ത് സൂക്ഷ്മതയുടെ മാർഗമെന്ന ഏറെ ഗഹനമായ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എന്തുകൊണ്ടാണ് സമസ്ത അല്ലെങ്കിൽ ഈ പണ്ഡിത നേതൃത്വം ത്വരീക്കത്തിനെ ഇത്രത്തോളം ഭയപ്പെടുന്നത്? കേരളത്തിൽ ത്വരീക്കത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആര് തന്നെ വന്നാലും അവർ വ്യാജരാണെന്നും കള്ളത്വരീക്കത്താണെന്നും മുദ്രകുത്താൻ സമസ്ത ഇത്രയും തിടുക്കം കൂട്ടുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ത്വരീക്കത്തിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം അതൊരു അപ്രധാനമായ കാര്യമാക്കി അവർ ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുമല്ലെങ്കിൽ ഷെയ്ഖും ത്വരീക്കത്തും ആവശ്യമാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലർക്കും ഷെയ്ഖും ത്വരീക്കത്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം ഏതാണ് ആ ഷെയ്ഖ്, ഏതാണ് ആ ത്വരീക്കത്ത്, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖിനെ നിങ്ങൾ പിൻപറ്റിക്കോളൂ, ഇന്ന ത്വരീക്കത്ത് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് അണികൾക്ക് എന്തുകൊണ്ടവർ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുന്നില്ല? നിങ്ങളെപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സൂഫി കവാലികളും സൂഫി സ്റ്റോറികളും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ റീസെൻ്റ്ലി സെർച്ച് ചെയ്യുകയും പഠനം നടത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് സൂഫിസം എന്നുള്ളത്. സൂഫി വേ അഥവാ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും വഴി, അതുതന്നെയാണ് ത്വരീക്കത്ത് എന്നുള്ളത്. ഈ ഒരു വഴിയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾ മനസ്സിലാക്കിയാൽ സംഘടനയല്ല ദീനെന്നും ഓരോ വ്യക്തികളിലൂടെയാണ് ദീൻ കടന്നു പോകുന്നതെന്നും ഓരോ കാലഘട്ടത്തിലുമുള്ള അള്ളാഹുവിൻ്റെ പ്രതിനിധികളിലേക്കാണ് മഹത്തുക്കളായ ഔലിയാക്കളും അമ്പിയാക്കളൊക്കെ ആളുകളെ ക്ഷണിച്ചതെന്നും അവരിലൂടെയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും പടച്ച തമ്പുരാനിലേക്കും എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടായിത്തീരും. അങ്ങനെ സംഭവിച്ചാൽ ഇവരുടെ സംഘടനാ മേധാവിത്വം ഇവിടെ അവസാനിക്കും. ഇനി ഒരു മുറബിയായ ഗുരു ഇതാണ്, ഈ ത്വരീക്കത്താണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് അണികൾക്കവർ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്താലോ ആളുകൾ ആ ഷെയ്ഖിനെ പിൻപറ്റുകയും ആ ഷെയ്ഖ് പറയുന്നതനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ ഇവരുടെ സംഘടനാ നേതൃത്വവും സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയമാണ് ഇവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. ഇവിടുത്തെ സംഘടനാ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം യഥാർത്ഥമായ ദീൻ കാണിച്ചു കൊടുക്കലാണോ അതോ അവരുടെ സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കലാണോ?